ഹമീദ് ഒരു വലിയ ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അവരുടെ ഭാര്യയുടെ പേര് റസിയ, പിന്നെ അവരുടെ മകൾ ഹീനി ഉണ്ടായിരുന്നു. അച്ഛാ, ഇവിടെ നോക്കൂ. എന്റെ മോളെ, ഇത്ര മനോഹരമായിട്ടുണ്ടല്ലോ ഈ ഡ്രോയിങ്. ഇത് നിങ്ങളാണ്, അത് അമ്മ, പിന്നെ അത് ഞാൻ, പിന്നെ ഇത് നമ്മുടെ വീട്. നമ്മുടെ വീടിന്റെ നിറം വെള്ളയല്ലേ, നീ എന്താ നീല കളറിൽ വരുന്നത്? അത് പിന്നെ അച്ഛാ, എനിക്ക് നീല കളർ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിന് നീല കളർ നൽകിയത്. എന്റെ മകൾക്ക് നീല കളർ ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മുടെ വീടിന് നീല കളർ അടിക്കാം, ശരിയല്ലേ? നിങ്ങൾ എന്താ ഇത് കുട്ടി പറയുന്നതൊക്കെ അനുസരിക്കുന്നു? ഇത് നോക്ക് റസിയ, നമ്മുടെ മകൾക്ക് നീല കളർ ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മുടെ വീടിന് നീല കളർ അടിച്ചേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന് തന്നെ പെയിന്റ് അടിക്കുന്നവരെ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് ഒരിക്കലും കേൾക്കില്ല അല്ലേ? ഇതിനു മുകളിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ നീലയോ പച്ചയോ കളർ അടിച്ചോളൂ. റസിയക്ക് ഈ കൊച്ചു വാശി പിടിക്കുന്ന പോലെയാണ് വിചാരിച്ചത്. പക്ഷേ ഹമീദിന് തന്റെ കൊച്ചിന്റെ എല്ലാ ആഗ്രഹം ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. ഹമീദ് വീട് മുഴുവനും നീല കളറിൽ പെയിന്റ് അടിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇഷ്ടമുള്ളത് പോലെയുണ്ട് അച്ഛാ. അതിനാണ് ഞാൻ വിചാരിച്ചത്. അച്ഛാ, നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഒരുപാട് ദിവസമായല്ലോ. എന്റെ എല്ലാ സുഹൃത്തുക്കളും അവരുടെ അച്ഛനും അമ്മയോടൊപ്പം ടൂർ പോകാറുണ്ട്. നിന്റെ ഈ ആഗ്രഹവും ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി തരാം. നമ്മൾ നാളെ തന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് പോവാം. അമ്മേ, റെഡി ആയിക്കോളൂ, നാളെ നമ്മൾ ചുറ്റാൻ പോകുന്നു. എവിടെ? പുറത്ത്. റസിയ കൊച്ചു വളരെ ആശപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പോവാം. ശരി. അടുത്ത ദിവസം ഹമീദ് തന്റെ കുടുംബത്തോടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഹീന കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ സന്തോഷത്തോടെ എൻജോയ് ചെയ്യായിരുന്നു. വൈകുന്നേരത്തിന് ശേഷം അവർ കുടുംബത്തോടെ കാറിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി നേരത്തിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ട്രക്ക് വന്നിട്ട് അവർ കാർ കൊണ്ട് ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റിൽ തന്നെ ഹമീദിന് അപ്പൊ തന്നെ സ്പോട്ട് ഔട്ട് ആയിരുന്നു. റസിയും ഹീനിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത രാവിലെ പുലർച്ചയായതിനു ശേഷം അമിത് എവിടെയാണ്? അദ്ദേഹം ഇല്ല. പിന്നെ എന്റെ മോൾ ഹീന? അവർക്കും ചെറുതായിട്ട് പരിക്കേൽപ്പിട്ടുണ്ട്, പുറത്താണ് ഉള്ളത്. നിങ്ങൾ തലയിൽ നല്ലോണം പരിക്കേറ്റിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റൂ. ഇപ്പൊ ഈ ലോകത്ത് റസിയും ഹീനിക്കും വേറെ ആരുമില്ലായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ റസിയും ഹീനിയും വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. അപ്പോഴവിടെ ഒരാൾ വന്ന് തടഞ്ഞു നിന്നു. നിങ്ങൾ ആരാ? ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് പോകാൻ നിങ്ങൾ എന്തുകൊണ്ടാ സമ്മതിക്കാത്തത്? മാഡം, ഈ പ്രോപ്പർട്ടി ബാങ്ക് ആണ് സീൽ ചെയ്തിരിക്കുന്നത്. ഹമീദ് ഖുറേഷി ഈ വീടിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട്. അത് അടയ്ക്കുന്ന മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചും പോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയും പിന്നെ ഈ വീടൊക്കെ ബാങ്കിന്റെ അടുത്ത് പോയി. ഇപ്പോൾ റസിയും ഹീനിക്കും വീട് പോലെ താമസിക്കാൻ ഇല്ലാതെ അവര് അനാഥയായി നിൽക്കുകയായിരുന്നു. റസിയ കരഞ്ഞുകൊണ്ട് തന്നെ റോഡിലേക്ക് നടക്കുകയായിരുന്നു. അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവരവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ റസിയ പാർക്കിലുള്ള ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. എന്തു പറ്റി അമ്മേ? ഇനി ഒരിക്കലും നമുക്ക് രണ്ടുപേർക്കും ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അമ്മേ. ആ വീട് നമ്മുടെ സ്വന്തമല്ല ഹീന. പക്ഷെ എന്തുകൊണ്ടാ? അതെല്ലാം തന്നെ നിങ്ങളുടെ അച്ഛന് മാത്രമേ അറിയാവൂ. നമ്മൾ ഇപ്പോൾ എവിടെയാ താമസിക്കുക? എനിക്കറിയില്ല. റസിയ കരയാൻ തുടങ്ങിയപ്പോൾ അതിന്റെ അടുത്ത് ഒരു അമ്മ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരായിരുന്നു റുക്സാന. അവർ റസിയയുടെ സുഹൃത്തായിരുന്നു. റുക്സാന റസിയന്റെ അടുത്ത് ചെന്നു. റസിയ, നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? റുക്സാന. റസിയ കരഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് നടന്ന എല്ലാ കാര്യങ്ങളും റുക്സാനയുടെ അടുത്ത് പറഞ്ഞു. എന്റെ ദൈവമേ, ഇത്രയും ദിവസം ആ ദൈവം എന്നെയാണ് കൂടുതൽ കഷ്ടപ്പെടുത്തുന്നെന്ന് കരുതി. പക്ഷെ നീ എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് വേറെ ആരോടൊപ്പം ഓടിപ്പോയിരിക്കുന്നു. പക്ഷെ നിന്നോടൊപ്പം നിന്റെ മകൾ ഹീനയുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ എവിടെ താമസിക്കും? റസിയ, നീ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാം. നന്ദിയുണ്ട്, എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട് റുക്സാന. ഞാൻ നിന്നെ സഹായിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കുടിലാണ് താമസിക്കുന്നത്. ഈ പാർക്കിൽ വന്ന് കബാബ് വിറ്റുകൊണ്ടിരിക്കും. എന്നോടൊപ്പം വരൂ. റുക്സാന റസിയയും ഹീനയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ വീട്ടിൽ ഒരേ ഒരു റൂമേ ഉള്ളൂ. സന്തോഷം.
റുക്സാന അവര് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു. അതിനുശേഷം അമ്മയും മോളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ അതേ മുറിയിൽ തന്നെ കിടന്നും ഉറങ്ങി. രാവിലെ ആയതിനു ശേഷം റുക്സാന കബാബ് ഉണ്ടാക്കുന്ന പണിയും തുടങ്ങിക്കഴിഞ്ഞു. എന്നെയും എണീപ്പിക്കാമായിരുന്നില്ലേ? നീ നന്നായിട്ട് ഉറങ്ങുകയായിരുന്നു. നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ മനസ്സ് വന്നില്ല എനിക്ക്. നീ എനിക്ക് വേണ്ടി എത്ര വലിയ ഉപകാരമാ ചെയ്തത്. അതിനു പകരം ഞാൻ ഈ ഒരു ചെറിയ ഉപകാരം പോലും തിരിച്ചു ചെയ്യില്ലേ? അതിനുശേഷം റസിയ റുക്സാനയോട് ചേർന്ന് കബാബ് ഉണ്ടാക്കാനും തുടങ്ങി. നീ വളരെ നന്നായിട്ട് കബാബ് ചെയ്യുന്നല്ലോ. ഹീനയുടെ അച്ഛനും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന കബാബ് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. റസിയ, നീ വീണ്ടും വീണ്ടും അത് ആലോചിച്ച് വിഷമിക്കേണ്ട. ഹീനയുടെ അച്ഛൻ എപ്പോഴും നിന്നോടൊപ്പം കാണും. കബാബ് തയ്യാറാക്കിയതിനു ശേഷം റുക്സാന അത് വിൽക്കാൻ വേണ്ടി പാർക്കിനടുത്ത് നിൽക്കുകയായിരുന്നു. ആന്റി, ഒരു കബാബ് പാവ് തരൂ. ഇതാ മോനെ, 30 രൂപ. ആ ചെറിയ ചെക്കൻ ആ കബാബ് പെട്ടെന്ന് കഴിച്ചു. ആന്റി, എനിക്ക് ഇന്നൊരു പീസും വേണം. അവൻ വീണ്ടും ഇന്നൊരു പീസും കഴിച്ചു കഴിഞ്ഞു. ഇന്നൊന്നും വേണം. എന്ത് രസം അറിയോ ഈ കബാബ് കഴിക്കാൻ? ഈ ചെക്കൻ പറഞ്ഞതിന് ശേഷം റുക്സാനയും ഒരു കബാബ് കഴിച്ചു നോക്കി. യഥാർത്ഥത്തിൽ റസിയ കബാബ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റുക്സാന ഉണ്ടാക്കിയിരുന്ന എല്ലാ കബാബും വേഗം വിറ്റ് കഴിഞ്ഞു. അല്ല റസിയ, ഞാൻ കൊണ്ടുപോയി എല്ലാ കബാബും തീർന്നുപോയി. നിന്റെ കയ്യിൽ മാന്ത്രികതയുണ്ട്. കഴിച്ചവരൊക്കെ ഇനിയൊന്ന് വേണം ഇനിയൊന്ന് വേണമെന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ഞാൻ ചെയ്ത എല്ലാ കബാബും വിറ്റുപോയി. വളരെ നല്ലത്. നാളെ മുതൽ നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യാം. അതെ, തീർച്ചയായും. അടുത്ത ദിവസം റസിയ ഇന്നും കുറെ കബാബ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്നും അതുപോലെ തന്നെ എല്ലാ കബാബും വേഗം വിറ്റ് തീർത്തു കഴിഞ്ഞു. ആരൊക്കെ കബാബ് കഴിക്കാൻ വന്നതോ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം റുക്സാനയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അവർക്ക് വല്ലാതെ തന്നെ ഒരു പനിയും ഉണ്ടായിരുന്നു. റുക്സാന, ഇന്ന് നീ റെസ്റ്റ് എടുത്തോളൂ. പക്ഷെ ഇന്ന് കബാബൊക്കെ ആര് വിൽക്കും? ഞാൻ. ഹീന, നീ ആന്റിയെ നന്നായിട്ട് നോക്കിക്കോ. ശരി അമ്മേ. പക്ഷെ നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ? നീ വിൽക്കുന്നത് പോലെ ഞാനും വിൽക്കാം. നീ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. റസിയയും പാർക്കിന്റെ പുറത്ത് നിന്നിട്ട് കബാബ് വിൽക്കാൻ തുടങ്ങി. വന്ന എല്ലാ കസ്റ്റമേഴ്സും 1-2 കബാബാണ് വാങ്ങി കഴിച്ചത്. പിന്നെ ഒരു വ്യക്തി റസിയന്റെ അടുത്ത് വന്ന് നിന്നു. ചേച്ചി, ഈ കബാബിന്റെ മാവ് നിങ്ങൾ എവിടുന്നാ വാങ്ങിച്ചത്? ഇത് ഞങ്ങൾ എവിടെന്ന് വാങ്ങിയതല്ല, ഞങ്ങൾ തന്നെ ഇത് ചെയ്തതാണ്. ഇത്രയും രുചിയുള്ള കബാബ് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ട് പോലുമില്ല. എന്റെ പേര് സുശാന്താണ്. ഞാൻ ഒരു ഈവന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നിങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഈവന്റ്സ് ഒക്കെ ഇതുപോലെ കബാബ് ഉണ്ടാക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായും. സുശാന്ത് റസിയയ്ക്ക് ഒരു കാർഡ് നൽകി. എനിക്ക് നിങ്ങൾ നാളെ രാവിലെ ഫോൺ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ദിവസവും ഓർഡർ തരും. പിന്നെ ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്നിട്ട് കബാബ് വാങ്ങിയിട്ട് കാശും തരും. ശരി. ഇത് കേട്ട ഉടനെ റസിയ വല്ലാതെ സന്തോഷത്തിലായിരുന്നു. രാത്രി അവൾ വീട്ടിൽ പോയതിനു ശേഷം റുക്സാനയും ഹീനടുത്ത് ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നീ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് റസിയ. അടുത്ത ദിവസം റസിയ സുശാന്തിനെ വിളിച്ചപ്പോൾ തന്നെ സുശാന്ത് 1000 കബാബ് ഉണ്ടാക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. റസിയ, റുക്സാന, ഹീന എല്ലാവരും ചേർന്ന് കബാബ് ഉണ്ടാക്കിയതിനു ശേഷം അവർ കബാബ് വാങ്ങിയിട്ട് അവർക്ക് കാശും നൽകി. ഈ കച്ചവടം അവർക്ക് നന്നായിട്ട് പോയി. സുശാന്ത് ദിവസവും റസിയയ്ക്ക് ഓർഡർ കൊടുക്കുകയായിരുന്നു. റസിയയും റുക്സാനയ്ക്ക് വരുമാനം അധികമായി തുടങ്ങി. അവർ ചേർന്നിട്ട് ഒരു നല്ലൊരു വീടും കെട്ടിക്കഴിഞ്ഞു. ഹീന സ്കൂളിലേക്കും പോവാൻ തുടങ്ങി. റസിയയും റുക്സാനയും ഇതുപോലെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവർ ജോലി ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഇവരുടെ ഈ കബാബ് പാവ് ഇവരുടെ 3 പേരുടെ ജീവിതവും മാറ്റിക്കഴിഞ്ഞു. ഹമീദ് ഒരു വലിയ ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അവരുടെ ഭാര്യയുടെ പേര് റസിയ, പിന്നെ അവരുടെ മകൾ ഹീന ഉണ്ടായിരുന്നു. അച്ഛാ, ഇവിടെ നോക്കൂ. ആ എന്റെ മോളെ, ഇത്ര മനോഹരമായിട്ടുണ്ടല്ലോ ഈ ഡ്രോയിങ്. ഇത് നിങ്ങളാണ്, അത് അമ്മ, പിന്നെ അത് ഞാൻ, പിന്നെ ഇത് നമ്മുടെ വീട്. നമ്മുടെ വീടിന്റെ നിറം വെള്ളയല്ലേ? നീ എന്താ നീല കളറിൽ വരുന്നത്? അത് പിന്നെ അച്ഛാ, എനിക്ക് നീല കളർ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിന് നീല കളർ നൽകിയത്. എന്റെ മകൾക്ക് നീല കളർ ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മുടെ വീടിന് നീല കളർ അടിക്കാം, ശരിയല്ലേ? നിങ്ങൾ എന്താ ഇത് കുട്ടി പറയുന്നതൊക്കെ അനുസരിക്കുന്നു? ഇത് നോക്ക് റസിയ, നമ്മുടെ മകൾക്ക് നീല കളർ ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മുടെ വീടിന് നീല കളർ അടിച്ചേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന് തന്നെ പെയിന്റ് അടിക്കുന്നവരെ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് ഒരിക്കലും കേൾക്കില്ല അല്ലേ? ഇതിനു മുകളിൽ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ നീലയോ പച്ചയോ കളർ അടിച്ചോളൂ. റസിയയ്ക്ക് ഈ കൊച്ചു വാശി പിടിക്കുന്ന പോലെയാണ് വിചാരിച്ചത്. പക്ഷേ ഹമീദിന് തന്റെ കൊച്ചിന്റെ എല്ലാ ആഗ്രഹം ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. ഹമീദ് വീട് മുഴുവനും നീല കളറിൽ പെയിന്റ് അടിച്ചു.
ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇഷ്ടമുള്ളത് പോലെയുണ്ട് അച്ഛാ. അതിനാണ് ഞാൻ വിചാരിച്ചത്. അച്ഛാ, നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഒരുപാട് ദിവസമായല്ലോ. എന്റെ എല്ലാ സുഹൃത്തുക്കളും അവരുടെ അച്ഛനും അമ്മയോടൊപ്പം ടൂർ പോകാറുണ്ട്. നിന്റെ ഈ ആഗ്രഹവും ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി തരാം. നമ്മൾ നാളെ തന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് പോവാം. അമ്മേ, റെഡി ആയിക്കോളൂ. നാളെ നമ്മൾ ചുറ്റാൻ പോകുന്നു. എവിടെ? പുറത്ത്. റസിയ കൊച്ചു വളരെ ആശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പോവാം. ശരി. അടുത്ത ദിവസം ഹമീദ് തന്റെ കുടുംബത്തോടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഹീന കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ സന്തോഷത്തോടെ എൻജോയ് ചെയ്യായിരുന്നു. വൈകുന്നേരത്തിന് ശേഷം അവർ കുടുംബത്തോടെ കാറിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി നേരത്തിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ട്രക്ക് വന്നിട്ട് അവർ കാർ കൊണ്ട് ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റിൽ തന്നെ ഹമീദിന് അപ്പൊ തന്നെ സ്പോട്ട് ഔട്ട് ആയിരുന്നു. റസിയും ഹീനയ്ക്കും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത രാവിലെ പുലർച്ചയായതിനു ശേഷം അമിത് എവിടെയാണ്? അദ്ദേഹം ഇല്ല. പിന്നെ എന്റെ മോൾ ഹീന? അവർക്കും ചെറുതായിട്ട് പരിക്കേൽപ്പിട്ടുണ്ട്. പുറത്താണ് ഉള്ളത്. നിങ്ങൾ തലയിൽ നല്ലോണം പരിക്കേറ്റിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റൂ. ഇപ്പൊ ഈ ലോകത്ത് റസിയും ഹീനയ്ക്കും വേറെ ആരുമില്ലായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ റസിയും ഹീനയും വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. അപ്പോഴവിടെ ഒരാൾ വന്ന് തടഞ്ഞു നിന്നു. നിങ്ങൾ ആരാ? ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് പോകാൻ നിങ്ങൾ എന്തുകൊണ്ടാ സമ്മതിക്കാത്തത്? മാഡം, ഈ പ്രോപ്പർട്ടി ബാങ്ക് ആണ് സീൽ ചെയ്തിരിക്കുന്നത്. അമിത് ഖുറേഷി ഈ വീടിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട്. അത് അടയ്ക്കുന്ന മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചും പോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയും പിന്നെ ഈ വീടൊക്കെ ബാങ്കിന്റെ അടുത്ത് പോയി. ഇപ്പോൾ റസിയും ഹീനയ്ക്കും വീട് പോലെ താമസിക്കാൻ ഇല്ലാതെ അവര് അനാഥയായി നിൽക്കുകയായിരുന്നു. റസിയ കരഞ്ഞുകൊണ്ട് തന്നെ റോഡിലേക്ക് നടക്കുകയായിരുന്നു. അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവരവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ റസിയ പാർക്കിലുള്ള ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. എന്തു പറ്റി അമ്മേ? ഇനി ഒരിക്കലും നമുക്ക് രണ്ടുപേർക്കും ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അമ്മേ. ആ വീട് നമ്മുടെ സ്വന്തമല്ല ഹീന. പക്ഷെ എന്തുകൊണ്ടാ? അതെല്ലാം തന്നെ നിങ്ങളുടെ അച്ഛന് മാത്രമേ അറിയാവൂ. നമ്മൾ ഇപ്പോൾ എവിടെയാ താമസിക്കുക? എനിക്കറിയില്ല. റസിയ കരയാൻ തുടങ്ങിയപ്പോൾ അതിന്റെ അടുത്ത് ഒരു അമ്മ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരായിരുന്നു റുക്സാന. അവർ റസിയയുടെ സുഹൃത്തായിരുന്നു. റുക്സാന റസിയന്റെ അടുത്ത് ചെന്നു. റസിയ, നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? റുക്സാന. റസിയ കരഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് നടന്ന എല്ലാ കാര്യങ്ങളും റുക്സാനയുടെ അടുത്ത് പറഞ്ഞു. എന്റെ ദൈവമേ, ഇത്രയും ദിവസം ആ ദൈവം എന്നെയാണ് കൂടുതൽ കഷ്ടപ്പെടുത്തുന്നെന്ന് കരുതി. പക്ഷെ നീ എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് വേറെ ആരോടൊപ്പം ഓടിപ്പോയിരിക്കുന്നു. പക്ഷെ നിന്നോടൊപ്പം നിന്റെ മകൾ ഹീനയുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ എവിടെ താമസിക്കും? റസിയ, നീ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാം. നന്ദിയുണ്ട്. എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട് റുക്സാന. ഞാൻ നിന്നെ സഹായിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കുടിലാണ് താമസിക്കുന്നത്. ഈ പാർക്കിൽ വന്ന് കബാബ് വിറ്റുകൊണ്ടിരിക്കും. എന്നോടൊപ്പം വരൂ. റുക്സാന റസിയയും ഹീനയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ വീട്ടിൽ ഒരേ ഒരു റൂമേ ഉള്ളൂ. സന്തോഷം. റുക്സാന അവര് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു. അതിനുശേഷം അമ്മയും മോളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ അതേ മുറിയിൽ തന്നെ കിടന്നും ഉറങ്ങി. രാവിലെ ആയതിനു ശേഷം റുക്സാന കബാബ് ഉണ്ടാക്കുന്ന പണിയും തുടങ്ങിക്കഴിഞ്ഞു. എന്നെയും എണീപ്പിക്കാമായിരുന്നില്ലേ? നീ നന്നായിട്ട് ഉറങ്ങുകയായിരുന്നു. നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ മനസ്സ് വന്നില്ല എനിക്ക്. നീ എനിക്ക് വേണ്ടി എത്ര വലിയ ഉപകാരമാ ചെയ്തത്. അതിനു പകരം ഞാൻ ഈ ഒരു ചെറിയ ഉപകാരം പോലും തിരിച്ചു ചെയ്യില്ലേ? അതിനുശേഷം റസിയ റുക്സാനയോട് ചേർന്ന് കബാബ് ഉണ്ടാക്കാനും തുടങ്ങി. നീ വളരെ നന്നായിട്ട് കബാബ് ചെയ്യുന്നല്ലോ. ഹീനയുടെ അച്ഛനും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന കബാബ് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. റസിയ, നീ വീണ്ടും വീണ്ടും അത് ആലോചിച്ച് വിഷമിക്കേണ്ട. ഹീനയുടെ അച്ഛൻ എപ്പോഴും നിന്നോടൊപ്പം കാണും. കബാബ് തയ്യാറാക്കിയതിനു ശേഷം റുക്സാന അത് വിൽക്കാൻ വേണ്ടി പാർക്കിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ആന്റി, ഒരു കബാബ് പാവ് തരൂ. ഇതാ മോനെ, 30 രൂപ. ആ ചെറിയ ചെക്കൻ ആ കബാബ് പെട്ടെന്ന് കഴിച്ചു. ആന്റി, എനിക്ക് ഇന്നൊരു പീസും വേണം. അവൻ വീണ്ടും ഇന്നൊരു പീസും കഴിച്ചു കഴിഞ്ഞു. ഇന്നൊന്നും വേണം. എന്ത് രസം അറിയോ ഈ കബാബ് കഴിക്കാൻ?
ഈ ചെക്കൻ പറഞ്ഞതിന് ശേഷം റുക്സാനയും ഒരു കബാബ് കഴിച്ചു നോക്കി. യഥാർത്ഥത്തിൽ റസിയ കബാബ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റുക്സാന ഉണ്ടാക്കിയിരുന്ന എല്ലാ കബാബും വേഗം വിറ്റ് കഴിഞ്ഞു. അല്ല റസിയ, ഞാൻ കൊണ്ടുപോയി എല്ലാ കബാബും തീർന്നുപോയി. നിന്റെ കയ്യിൽ മാന്ത്രികതയുണ്ട്. കഴിച്ചവരൊക്കെ ഇനി ഒന്ന് വേണമെന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ഞാൻ ചെയ്ത എല്ലാ കബാബും വിറ്റുപോയി. വളരെ നല്ലത്. നാളെ മുതൽ നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യാം. അതെ, തീർച്ചയായും. അടുത്ത ദിവസം റസിയ ഇന്നും കുറെ കബാബ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്നും അതുപോലെ തന്നെ എല്ലാ കബാബും വേഗം വിറ്റ് തീർത്തു കഴിഞ്ഞു. ആരൊക്കെ കബാബ് കഴിക്കാൻ വന്നതോ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം റുക്സാനയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അവർക്ക് വല്ലാതെ തന്നെ ഒരു പനിയും ഉണ്ടായിരുന്നു. റുക്സാന, ഇന്ന് നീ റെസ്റ്റ് എടുത്തോളൂ. പക്ഷെ ഇന്ന് കബാബൊക്കെ ആര് വിൽക്കും? ഞാൻ. ഹീന, നീ ആന്റിയെ നന്നായിട്ട് നോക്കിക്കോ. ശരി അമ്മേ. പക്ഷെ നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ? നീ വിൽക്കുന്നത് പോലെ ഞാനും വിൽക്കാം. നീ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. റസിയയും പാർക്കിന്റെ പുറത്ത് നിന്നിട്ട് കബാബ് വിൽക്കാൻ തുടങ്ങി. വന്ന എല്ലാ കസ്റ്റമേഴ്സും 1-2 കബാബാണ് വാങ്ങി കഴിച്ചത്. പിന്നെ ഒരു വ്യക്തി റസിയന്റെ അടുത്ത് വന്ന് നിന്നു. ചേച്ചി, ഈ കബാബിന്റെ മാവ് നിങ്ങൾ എവിടുന്നാ വാങ്ങിച്ചത്? ഇത് ഞങ്ങൾ എവിടെന്ന് വാങ്ങിയതല്ല, ഞങ്ങൾ തന്നെ ഇത് ചെയ്തതാണ്. ഇത്രയും രുചിയുള്ള കബാബ് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ട് പോലുമില്ല. എന്റെ പേര് സുശാന്താണ്. ഞാൻ ഒരു ഈവന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നിങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഈവന്റ്സ് ഒക്കെ ഇതുപോലെ കബാബ് ഉണ്ടാക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായും. സുശാന്ത് റസിയയ്ക്ക് ഒരു കാർഡ് നൽകി. എനിക്ക് നിങ്ങൾ നാളെ രാവിലെ ഫോൺ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ദിവസം ഓർഡർ തരും. പിന്നെ ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്നിട്ട് കബാബ് വാങ്ങിയിട്ട് കാശും തരും. ശരി. ഇത് കേട്ട ഉടനെ റസിയ വല്ലാതെ സന്തോഷത്തിലായിരുന്നു. രാത്രി അവൾ വീട്ടിൽ പോയതിനു ശേഷം റുക്സാനയും ഹീനടുത്ത് ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നീ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് റസിയ. അടുത്ത ദിവസം റസിയ സുശാന്തിനെ വിളിച്ചപ്പോൾ തന്നെ സുശാന്ത് 1000 കബാബ് ഉണ്ടാക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. റസിയ, റുക്സാന, ഹീന എല്ലാവരും ചേർന്ന് കബാബ് ഉണ്ടാക്കിയതിനു ശേഷം അവർ കബാബ് വാങ്ങിയിട്ട് അവർക്ക് കാശും നൽകി. ഈ കച്ചവടം അവർക്ക് നന്നായിട്ട് പോയി. സുശാന്ത് ദിവസവും റസിയയ്ക്ക് ഓർഡർ കൊടുക്കുകയായിരുന്നു. റസിയയും റുക്സാനയ്ക്ക് വരുമാനം അധികമായി തുടങ്ങി. അവർ ചേർന്നിട്ട് ഒരു നല്ലൊരു വീടും കെട്ടിക്കഴിഞ്ഞു. ഹീന സ്കൂളിലേക്കും പോവാൻ തുടങ്ങി. റസിയയും റുക്സാനയും ഇതുപോലെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവർ ജോലി ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഇവരുടെ ഈ കബാബ് പാവ് ഇവരുടെ 3 പേരുടെ ജീവിതവും മാറ്റിക്കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു മീനുവിന്റെയും രാജുവിന്റെയും വീട്. അവരുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് അമ്മൂമ്മയാണ് അവരെ വളർത്തിയത്. ദരിദ്രരായതുകൊണ്ട് അവരുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലായിരുന്നു. 3 പേരും രാവിലെ തന്നെ കാട്ടിൽ പോയി വിറക് ശേഖരിക്കുമായിരുന്നു. മീനു, നീ ഇതുവരെ എത്ര വിറക് ശേഖരിച്ചു? ഞാൻ 15 വിറകുകൾ ശേഖരിച്ചു. ബുദ്ധൂസ്, നിനക്കാണെങ്കിൽ 10 എണ്ണല്ലേ കിട്ടിയുള്ളൂ. അമ്മൂമ്മ ഇവള് നുണ പറയുക. ഇവൾ 10 കഷ്ണമേ കൂട്ടിയിട്ടിട്ടുള്ളൂ. എന്നിട്ട് എന്റെ 5 വിറകുകൾ കട്ടെടുത്തതാ. നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതിരിക്കൂ. രണ്ടാളും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അവനവന്റെ ജോലിയിൽ ശ്രദ്ധിക്ക്. അതിൽ സന്തോഷം കണ്ടെത്ത്. ഒരു ദിവസം രാജുവും മീനുവും അമ്മൂമ്മയും വിറക് കഷ്ണങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ആരോ കരയുന്ന ശബ്ദം കേൾക്കാനിടയായി. ഈ ശബ്ദം ആ തടാകത്തിൽ നിന്നാണല്ലോ വരുന്നത്. പോയി നോക്കിക്കളയാം. ഏതെങ്കിലും ക്രൂര മൃഗങ്ങളാണെങ്കിലോ? മോളെ, കരയുന്നവരെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. ഒന്നുമില്ലെങ്കിലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കുകയെങ്കിലും ചെയ്യാം. ആരാ കരയുന്നെന്ന് നോക്കാലോ. 3 പേരും തടാകക്കരയിലേക്ക് എത്തി. മരത്തിന് പുറകിൽ മറിഞ്ഞിരുന്ന് അവർ നോക്കി നിന്നു. ഒരു രാക്ഷസൻ തടാകക്കരയിൽ കിടക്കുന്നതും കരയുന്നതും അവർ കണ്ടു. ഓ, ഇതേതോ ഭീകരനായ രാക്ഷസനാണെന്ന് തോന്നുന്നു. നമുക്ക് അവന്റെ അടുത്തേക്ക് പോകണോ? ആദ്യം ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി. അമ്മുമ്മ രാക്ഷസന്റെ അടുത്തേക്ക് പോയി. അപ്പോ അവർ കണ്ടത് രാക്ഷസന്റെ ദേഹമാസകലം പരിക്കേറ്റി കിടക്കുന്നതാണ്. രാക്ഷസന് കല്ലേറേറ്റതുപോലെയായിരുന്നു കിടന്നിരുന്നത്. നീ ആരാണ്? എന്താ നീ ഇവിടെ ചെയ്യുന്നത്? അമ്മേ, ഞാൻ സമുദ്രത്തിലെ ഒരു ദ്വീപിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ മാംസം കഴിക്കാറില്ല. അതുകൊണ്ട് എന്റെ വർഗത്തിലുള്ളവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ പുറത്താക്കി. ഞാൻ മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ ആളുകൾ എന്റെ മുഖവും രൂപവും ഒക്കെ കണ്ട് പേടിച്ചു. അവരാണ് എന്നെ കല്ലെറിഞ്ഞത്. ഞാൻ ഓടി ഓടി ഇവിടെ വരെ എത്തി. രാജു, മീനു, മരത്തിന്റെ പുറകിൽ നിന്നും പുറത്തേക്ക് വാ.
ഇത് ദുഷ്ടനായ രാക്ഷസനല്ല. രാജുവും മീനുവും അമ്മൂമ്മയും ചേർന്ന് രാക്ഷസന്റെ മുറിവുകൾ കഴുകി കഴിക്കാനായി ഫലങ്ങൾ കൊടുത്തു. ഈ ഫലങ്ങൾ ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് തന്നെ പറിച്ചതാ. നീ നോക്കുകയാണെങ്കിൽ നിനക്കും ഇവിടുന്ന് മാങ്ങയും ഞാവൽപ്പഴങ്ങളും അമൃതും ഒക്കെ കിട്ടും. പിന്നീട് രാമുവും അമ്മൂമ്മയും മീനുവും എപ്പോഴെല്ലാം കാട്ടിൽ പോകുന്നുണ്ടോ അപ്പോഴെല്ലാം രാക്ഷസനെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു പോലീസുകാരൻ അവരെ 3 പേരെയും തടഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കൂ. നാളെ മുതൽ കാട്ടിൽ പോകരുത്. സർക്കാർ കാട്ടിൽ ചെന്നുള്ള മരം വെട്ടൽ നിരോധിച്ചിരിക്കുകയാണ്. താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സർ. ഞങ്ങള് മരം വെട്ടുകാരൊന്നുമല്ല. വെറുതെ നിലത്ത് കിടക്കുന്ന വിറക് കഷണങ്ങൾ ശേഖരിക്കുകയേ ഉള്ളൂ. ദേ അമ്മൂമ്മേ, ഞങ്ങളെ പൊട്ടന്മാരാക്കരുത്. ഒരു പ്രാവശ്യം ഞാൻ കേറണ്ടെന്ന് പറഞ്ഞാ കേറണ്ട. അങ്ങനെ അവരുടെ കാട്ടിലേക്കുള്ള യാത്ര തടയപ്പെട്ടു. വിറക് കിട്ടാനില്ലാത്തത് കാരണം രാജുവിന്റെയും മീനയുടെയും വീട്ടിൽ പലപ്പോഴും അടുപ്പ് പുകയാതെയായി. പഴങ്ങളും കിട്ടാതെയായി. അമ്മൂമ്മ പരിചയക്കാരുടെ കടയിൽ നിന്നും അവർക്ക് വേണ്ട സാധനങ്ങൾ കടം വാങ്ങിത്തുടങ്ങി. അങ്ങനെ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതാ മക്കളെ, ഇത് ബിസ്ക്കറ്റാ. ഉപ്പുള്ളതാണ്, എങ്കിലും കഴിച്ചോളൂ. എനിക്കറിയില്ല ഇനി എന്ന് നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകയുമെന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അമ്മൂമ്മ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ചെന്നു. കടക്കാരൻ അപ്പോൾ കടം കൊടുക്കാൻ വിസമ്മതിച്ചു. ഇതിനു മുന്നേ വാങ്ങിയ സാധനങ്ങളുടെ പണമൊന്നും തരാതെ പിന്നെയും സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കുന്നോ? കടം മേടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല എന്റെ അമ്മൂമ്മേ. ഒരു കാര്യം ചെയ്യ്, കുട്ടികളെയും കൂട്ടി മുംബൈക്ക് പൊക്കോ. എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടാതിരിക്കില്ല. മുത്തശ്ശി വീട്ടിലേക്കെത്തി എല്ലാ കാര്യങ്ങളും രാജുവിനോടും മീനുവിനോടും പറഞ്ഞു. എന്താ മക്കളെ, നമുക്ക് മുംബൈക്ക് പോയാലോ? ആ മുമ്മേ, നമുക്ക് പോവാം. മുംബൈ കാണാനെന്ന് ഓർക്കുമ്പോ എക്സൈറ്റഡാ ഞാൻ. പക്ഷെ അമ്മൂമ്മേ, നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ധാരാളം പണം വേണ്ടേ? നിങ്ങളുടെ മുത്തശ്ശന്റെ ഓർമ്മയാണ് ഈ താലി. ഈ താലി എന്നും എന്റെ കൂടെ ഉണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം. എങ്കിലും ഇത് പണയം വെച്ചോ വിറ്റോ എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാം. രാജുവും മീനുവും മുത്തശ്ശിയും മുംബൈക്ക് പോയി. എന്നാൽ അവർക്ക് അവിടെ എന്ത് കച്ചവടം ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. അമ്മൂമ്മ, മുംബൈയിൽ വടാപ്പാവിന്റെ കച്ചവടം വളരെ പ്രശസ്തമാണ്. നമുക്ക് വടാപ്പാവിന്റെ കച്ചവടം തുടങ്ങിയാലോ? പിന്നെ വടാപ്പാവ് എല്ലായിടത്തും ഉണ്ടാവും. വെറുതെ അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നാ നമുക്ക് സമൂസയും ബ്രെഡ് പക്കോട ഉണ്ടാക്കാം. വേണ്ട, ചൗമീനും ദോശയും മതി. ചൗമീൻ ഉണ്ടാക്കാൻ കാരണം ഈ പരിസരത്തെങ്ങും ചൗമീന്റെ കടയെങ്ങും കാണുന്നില്ല. എന്നാൽ അപ്പോൾ കാട്ടിൽ രാക്ഷസന് വേവലാതിയായി. കാട്ടിലേക്ക് രാജുവിനെയും മീനുവിനെയും കാണാതായിട്ട് ദിവസങ്ങളായിരുന്നു. എന്താ പറ്റിയതെന്നറിയില്ല. രാജുവും മീനുവും അമ്മൂമ്മയും എന്നെ കാണാൻ വരാത്തത് എന്തുകൊണ്ടാ? എന്നെ പേടിച്ചിട്ടാകുമോ? അതോ എന്നോടെന്തെങ്കിലും വഴക്കുണ്ടായിരിക്കുമോ? എന്തായാലും ഞാൻ ഒരു തവണയെങ്കിലും അവരെ പോയി കണ്ടേ തീരൂ. ഒരു ദിവസം രാക്ഷസൻ കാട്ടിൽ നിന്നും പുറത്ത് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചു. എന്നാൽ അവൻ പോലീസിന്റെ കണ്ണിൽ പെട്ടു. രാക്ഷസന്റെ പിന്നാലെ തോക്കും കൊണ്ട് അയാൾ പാഞ്ഞു. രാക്ഷസൻ ഓടി കുളത്തിൽ ചാടി. എന്നിട്ട് വെള്ളത്തിൽ മറിഞ്ഞു കിടന്നു. അങ്ങനെ ഇത്തവണ അയാൾ രക്ഷപ്പെട്ടു. പോലീസുകാരൻ അവിടുന്ന് പോയതും രാക്ഷസൻ പുറത്തേക്ക് വന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും രാജുവിനെയും മീനുവിനെയും അമ്മൂമ്മയെയും കണ്ടേ മതിയാകും. അവരെന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുമോന്നറിയില്ലല്ലോ. അവര് 3 പേരും വലിയൊരു പ്രശ്നത്തിൽ തന്നെയായിരുന്നു. കാരണം അവരുടെ ചൗമീന്റെ കച്ചവടം ആകെ കുഴപ്പത്തിലായിരുന്നു. അവരുടെ കടയുടെ അടുത്ത് വേറെ 2 പേർ കൂടി ആ കച്ചവടം തന്നെ തുടങ്ങി. രാജു, നീ നാട്ടിലേക്ക് പോയിക്കോ. എന്നിട്ട് ജമീന്ദാറിന്റെ കൃഷിയിടത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്ക്. ഇവിടെ മുംബൈയിൽ നമ്മുടെ 3 ആളുടെയും ചെലവിനുള്ളത് കിട്ടുന്നേയില്ല. എന്തായാലും ഞങ്ങൾക്ക് 2 ആൾക്കുള്ള വക എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. രാജു നാട്ടിലേക്ക് തിരിച്ചെത്തി. രാക്ഷസൻ മാമയെ കണ്ടിട്ടിപ്പോ കുറെ നാളായിട്ടുണ്ടല്ലോ. എന്തായാലും അദ്ദേഹത്തെ കണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുക തന്നെ വേണം. ഒരു ദിവസം രാത്രിയിൽ മരങ്ങൾക്കിടയിൽ അവൻ ഒളിച്ചിരുന്നു. കാട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റിനടുത്ത് അവിടുത്തെ പോലീസുകാർ ഉറങ്ങുന്നത് നോക്കി കാത്തിരുന്നു. അങ്ങനെ അവർ ഉറങ്ങാൻ കയറിയപ്പോ അവൻ പതിയെ കാട്ടിലേക്ക് നടന്നു. രാക്ഷസൻ ഒരു മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ രാക്ഷസൻ രാജുവിനെ കണ്ടതും മരത്തിൽ നിന്നും താഴേക്ക് ചാടി. നിങ്ങൾ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ അമ്മാവ. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ വല്ലാത്ത കഷ്ടപ്പാടാണ് മോനെ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും കാട്ടിലേക്ക് കയറി വരും. അത് കാരണം എനിക്ക് എപ്പോഴും ഒളിച്ചിരിക്കേണ്ടതായി വരും. നിങ്ങൾ 3 പേരും എങ്ങോട്ട് പോയതാ? ഇത്രയും ദിവസമായിട്ടും ഇങ്ങോട്ട് വരാഞ്ഞതെന്താ? ഞങ്ങൾ മുംബൈക്ക് പോയിരിക്കുമായിരുന്നു. മുത്തശ്ശിയും മീനും ഇപ്പോഴും അവിടെ തന്നെയാണ്. എന്നാൽ അവിടെ കച്ചവടം ഒന്നും നന്നായി നടക്കുന്നില്ല.
അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. എന്ത് കച്ചവടമാ നിങ്ങൾ അവിടെ തുടങ്ങിയത്? ചൗമീന്റെ കച്ചവടമാ തുടങ്ങിയത്. ചൗമീനോ? അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ബ്രെഡ് പക്കോടയും ഇഷ്ടമാണ്. എന്റെ അമ്മ ചെറുപ്പത്തിൽ എനിക്ക് പക്കോട ചൗമീൻ ഉണ്ടാക്കി തരുമായിരുന്നു. പക്കോട ചൗമീനോ? ആ, ചൗമീൻ ഉണ്ടാക്കി പാത്രത്തിൽ വെച്ചിട്ട് ശരിയാക്കി എടുക്കണം. അപ്പോഴത് പക്കോട ചൗമീനായി മാറിയിരിക്കും. എങ്കിൽ മുത്തശ്ശിയോട് പക്കോട ചൗമീൻ ഉണ്ടാക്കാൻ പറയാം. ശരിയാണ് പറഞ്ഞത്. സാധാരണ ചൗമീൻ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ. പക്ഷെ നിങ്ങൾ പക്കോട ചൗമീൻ ഉണ്ടാക്കിയാൽ വേറെ ആരും അത് ഉണ്ടാക്കുകയില്ല. ആളുകളെല്ലാം നിങ്ങളുടെ കടയിലേക്ക് വരികയും ചെയ്യും. രാക്ഷസനമ്മാവ, ഇത്തവണ ഞാൻ മുംബൈയിലേക്ക് ഒറ്റയ്ക്കല്ല പോകുന്നത്, നിങ്ങളെയും കൊണ്ടുപോകും. ഇല്ല, എനിക്ക് ആളുകൾക്കിടയിൽ വരുന്നത് പേടിയാ. പേടിക്കണ്ടെന്നേ, ഞാൻ ആളുകളോട് പറഞ്ഞോളാം മാമൻ ആരും ഉപദ്രവിക്കാത്ത നല്ല രാക്ഷസനാണെന്ന്. രാജു പിറ്റേന്ന് തന്നെ പോലീസുകാരോട് സംസാരിച്ചു. അങ്കിൾ, കാട്ടിലൊരു രാക്ഷസൻ താമസിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ എന്റെ കൂടെ വിടണം. ഈ രാക്ഷസന്മാർ നമുക്കെല്ലാം അപകടമാ. അതുകൊണ്ട് അവനെ കൊന്നിട്ടേ ഞാൻ അടങ്ങൂ. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ അങ്കിൾ. ഈ രാക്ഷസൻ മാംസം തിന്നുകയില്ല. അതു കാരണമാ അദ്ദേഹത്തെ ആ രാജ്യത്തു നിന്ന് പുറത്താക്കിയത്. അങ്ങനെ അദ്ദേഹം എവിടെയും പോകാനില്ലാതെ നമ്മുടെ ഇടയിൽ വന്നപ്പോ നമ്മളാ അദ്ദേഹത്തെ കണ്ട് പേടിച്ചത്. എന്നിട്ട് കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ രാക്ഷസനോട് ചെയ്തത് അന്യായമാണ്. ശരി, നിനക്ക് ആ രാക്ഷസനെ കൊണ്ടുപോകാം. അങ്ങനെ രാജു ആ രാക്ഷസനെ കാട്ടിൽ നിന്നും പുറത്തെത്തിച്ചു. ഗ്രാമത്തിലുള്ളവരെല്ലാം രാജുവിനെ രാക്ഷസന്റെ കൂടെ കണ്ട് ആശ്ചര്യപ്പെട്ടു. രാജു രാക്ഷസനെയും കൂട്ടി മുംബൈക്ക് പോന്നു. അവൻ കച്ചവടം നടത്തുന്നതിനായി തട്ടുകടയിലേക്ക് രാക്ഷസനെയും കൂട്ടി. അങ്ങനെ ഒത്തിരി ആളുകൾ കടയിൽ വരാൻ തുടങ്ങി. അവിടെ അവർക്ക് രാക്ഷസനെ കാണുകയും ചെയ്യാം, പക്കോട ചൗമീൻ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ രാജുവിന്റെയും മീനുവിന്റെയും മുത്തശ്ശിയുടെയും സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടി. അവർ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. അവരന്ന് രാക്ഷസനെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും ഇതുപോലെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് തന്നെ തിരിച്ചു കിട്ടും.